അണങ്കൂറിൽ മുസ്ലിങ്ങളല്ലാത്ത സഹോദരങ്ങളുണ്ട്. പലരും വിശ്വസിക്കുന്നത് എന്താ? മരിച്ചതോടുകൂടി എല്ലാം തീർന്നു പോകും, ഇങ്ങനെ അവസാനിച്ചു പോകും. കാശ്മീരിന്റെ പരിസര പ്രദേശത്ത് നടക്കുന്ന ചർച്ചകളും അപകടങ്ങളും സ്ഫോടനങ്ങളും നമ്മൾ കേട്ടില്ലേ? പ്രതികളെ പിടിച്ചോ ഇല്ല, പ്രതികളെ കിട്ടിയോ ഇല്ല. ചർച്ച നടക്കുകയാണ്, അന്വേഷണം നടക്കുകയാണ്. അവിടുത്തെ സുരക്ഷിതത്വം എങ്ങനെ നഷ്ടപ്പെട്ടു ചർച്ച ചെയ്യേണ്ടതാണ്. അവിടുത്തെ സുരക്ഷിതത്വം ഏർപ്പാട് ചെയ്യേണ്ടവർ എവിടെയായിരുന്നു? ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. നിൽക്കട്ടെ, പ്രതികളെ കിട്ടിയില്ലെന്ന് വെച്ചോളൂ, പ്രതികളെ കിട്ടിയില്ലെന്ന് വെച്ചോളൂ. എങ്കിൽ അവിടെ മരിച്ചു വീണ മനുഷ്യരുടെ കുടുംബത്തിന്, അതേ ഈ കൊന്നു തീർത്ത മനുഷ്യർക്ക് ആര് കൊടുക്കും ശിക്ഷ? ആരാ കൊടുക്കുക? ലോകമഹായുദ്ധത്തിന്റെ ചരിത്രങ്ങളെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കൂ നിങ്ങൾ. നാഗസാക്കിയിലും ഹിരോഷിമയിലും ഇന്നും ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് അംഗവൈകല്യമുണ്ട് ഇല്ലേ? ചരിത്രം ഓർമ്മപ്പെടുത്തുന്നില്ലേ? അംഗവൈകല്യത്തോടു കൂടിയാണ് ജനിച്ചു വീടുന്നത്. എൻഡോസൾഫാനിന്റെ പേര് പറഞ്ഞിട്ട് ഈ കാസർഗോഡിന്റെ പരിസരത്തില്ലേ പ്രയാസങ്ങള്? ഞാൻ ചോദിക്കട്ടെ, അന്ന് ലോകമഹായുദ്ധത്തിൽ അണുബോംബ് വർഷിപ്പിച്ചവർക്ക് പ്രതികൾക്കാരും ശിക്ഷ കൊടുത്തിട്ടില്ലെങ്കിൽ, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നു തീർത്തവർക്ക് ആരാ പ്രിയപ്പെട്ടവരെ ശിക്ഷ കൊടുക്കുക? ആര് കൊടുക്കും? ഒന്നും അറിയാത്ത 3 or 4 വയസ്സുള്ള പെൺകുട്ടിയെ ഒരു ബിൽഡിങ്ങിന്റെ പിറകുവശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി, പെണ്ണെന്തെന്നറിയാത്ത, സ്ത്രീത്വമറിയാത്ത, സ്ത്രൈണഭാവമറിയാത്ത, ലൈംഗികതയെ കുറിച്ചറിയാത്ത 4 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് ആ കുട്ടിയുടെ ആന്തരികവയവം പൊട്ടി ചോര വാർന്നൊലിച്ച് കുഞ്ഞ് മരിച്ചു കേരളക്കരയിൽ വർഷങ്ങൾക്ക് മുമ്പ്. അവനെ, പ്രതിയെ ഇവിടുത്തെ കോടതിക്ക് ശിക്ഷിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആര് കൊടുക്കും ശിക്ഷ? ഈ ചോദ്യത്തിന് ഉത്തരമാണ് അൽ ഇസ്ലാം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. പടച്ചവന്റെ കോടതി വരാനുണ്ട്. ഏത് കെങ്കേമന്മാരും രക്ഷപ്പെട്ടിറങ്ങിപ്പോയാലും, ഏത് സൗമ്യയെ തള്ളിക്കളഞ്ഞവർ ജയിലിന്റെ അറകളിലേക്ക് മെലിഞ്ഞൊട്ടിപ്പോയിട്ട് നല്ല നല്ല ഗോവിന്ദച്ചാമിമാർ തടിച്ചു കൊടുത്ത് പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ നിന്നെയൊക്കെ കൊല്ലിക്ക് പിടിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്, ഒരു കോടതി വരാനുണ്ട് എന്ന് ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയുന്നു ഇസ്ലാം.